നല്ല ഉപ്പ് റീഫിലൊക്കെയുള്ള സാധനം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2020 സ്റ്റാർട്ട് തന്നെ പറഞ്ഞതാണ് പ്ലാസ്റ്റിക് നിരോധനമല്ല. പ്രത്യേകം സക്സസ് ആയിന്ന് അറിയില്ല. അപ്പൊ അതിനെതിരെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ ബാഗാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പറിന്റെ കവർ, നമ്മൾ ഇങ്ങനെ പേപ്പർ കവറില്ല, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിനി ശനി ഞായറും എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. ശനി ഞായറും കറക്റ്റായിട്ട് വീഡിയോ ഇടും, അതിനെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് ഞാനിരുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചാർട്ട് പേപ്പറാണ്. കളർ ചാർട്ട് എടുത്തിട്ട് അത്രയും നല്ലതാണ്. അപ്പം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് യെല്ലോ ആണ്. അപ്പം അതിന്റെ ഒരു ചാർട്ടിന്റെ നേരെ പകുതിയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് കട്ട് ചെയ്യാനും പിന്നെ നല്ല ഷാർപ്പാക്കാൻ നല്ല സ്കെയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടിക്കാനായിട്ട് ഒരു ഗമ്മ്, പിന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൻസില്, നമ്മളെ പേപ്പർ ബാഗിന് കയറുണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടുള്ള കയറാട്ടത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ കളർ പേപ്പർ എടുത്തിട്ട് ഇതിൽ 4 സെന്റിമീറ്റർ അളവ് കേട്ടോ. 4 സെന്റിമീറ്റർ നമുക്ക് നേരെ വരച്ചെടുക്കാം. നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യം വരയ്ക്കട്ടോ. നമുക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഒരു സ്കെയിലിന്റെ അളവിൽ ഇങ്ങനെ മടക്കുക. നമ്മൾ ഈ ലൈനിന്റെ അങ്ങനെ മടക്കി നല്ലോണം ഷാർപ്പാക്കണം കേട്ടോ. നല്ലോണം ഷാർപ്പാകട്ടെ. ഫ്രണ്ട്സ്, നമ്മൾ ഷാർപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ഈ ഒരു ഭാഗം പിടിച്ച് നേരെ ഇങ്ങനെ മടക്കേണ്ടത് നമ്മൾ ഈ മടക്കിയ ഭാഗത്തിന്റെ മുകളിൽ 1 സെന്റിമീറ്റർ ഈ ഒരു അളവില് നമുക്ക് മടക്കട്ടോ. നമ്മളിതാ ഇങ്ങനെ മടക്കിയിട്ട് നല്ലോണം മടക്കണം കേട്ടോ. 1 സെന്റിമീറ്റർ വെച്ചിട്ട് ഇത് എല്ലാ ഭാഗവും നല്ല സ്കെയിലൊക്കെ നല്ല ഷാർപ്പാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇതിൻ്റെ ഉള്ളില് ഗമ്മിനെ കൊണ്ട് ഒന്ന് ഒട്ടിക്കട്ടോ. ഫ്രണ്ട്സ്, നല്ലോണം നമ്മൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്കെയിൽ എടുത്തിട്ട് 10 സെന്റിമീറ്റർ അളവിൽ നമുക്ക് ഇങ്ങനെ അടിയിൽ 10 സെന്റിമീറ്റർ അളവിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതിൽ നമുക്ക് മടക്കാനുള്ള കേട്ടോ. നമ്മൾ മടക്കുമ്പോഴല്ല നല്ല ഷാർപ്പിൽ മടക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഫിറ്റ്നസ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മടക്കാനുള്ളതാണ്. ഇപ്പൊ സ്കെയിൽ വെച്ചിട്ടുണ്ട് ഞാൻ മടക്കുന്നത്. ഇപ്പം മടക്കുന്ന ഇതെല്ലാം നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് മടക്കുക. പിന്നെ മാർക്ക് ചെയ്യുന്നതെല്ലാം വളയാണ്ട് നോക്കട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലോണം മടക്കാം. മടക്കിയുണ്ട്. ഇതേപോലെ നിങ്ങൾ നല്ല ഷാർപ്പിൽ മടക്കേണ്ടത്. ഉള്ളിലേക്ക് കൈയിട്ടിട്ട് നമ്മളെ ഈ ഒരു ഭാഗത്തേക്ക് നല്ലോണം ഉള്ളിലേക്ക് കൈയിട്ടിട്ട് നമ്മളെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ മടക്കാം. ഇതേപോലെ തന്നെ ഇപ്പുറത്തും നമ്മൾ ചെയ്യട്ടെ. അങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ ചെയ്തിട്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് 2 സെന്റിമീറ്റർ മുകളിലേക്ക് നമുക്കൊരു ലൈൻ ഇടാം. സെന്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഇത് തന്നെ നമുക്ക് ഇവിടേക്ക് അടിയിലേക്ക് നമുക്ക് 2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യട്ടോ.
നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും സാധനം. ഫ്രണ്ട്സ്, ഇനി നമുക്കിത് ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ ഒട്ടിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ ആദ്യം മടിക്കൽ നമുക്ക് ഒട്ടിക്കട്ടോ. അങ്ങനെ മടിക്കിട്ട് നമുക്ക് ഇതാ നോക്കി നോക്കാം. ഇത് നമുക്ക് അങ്ങനെ ഒട്ടിക്കാം. ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഇങ്ങോട്ടേക്ക് ഒട്ടിക്കണം. നമുക്കിത് ഗം അപ്ലൈ ചെയ്യാം. നല്ലോണം ഒട്ടിക്കട്ടോ. ഉള്ളിലേക്ക് ലായുണ്ട്, പിന്നെ ഒട്ടിച്ചൊന്ന് എടുക്കാൻ പണിയായിരിക്കും. നല്ലോണം നിങ്ങൾ ശ്രദ്ധിച്ച് ഗമ്മെല്ലാം നോക്കട്ടോ. ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഉണങ്ങാൻ വെക്കാം. ഫ്രണ്ട്സ്, എന്താ ഇങ്ങനെ നമ്മൾ നല്ലോണം ഒട്ടിയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പെട്ടി പോലത്തെ ഒരു കണ്ടില്ലേ, ഇവിടേക്ക് നേരെ ഇങ്ങനെ നേരെ മടക്കട്ടോ. ഉള്ളിലേക്ക് നേരെ മടക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തും നല്ലോണം മടക്കാം. ഇത് നല്ലോണം ഷാർപ്പാക്കട്ടോ. നമ്മൾ സ്ഥലം മാറിയിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പുറത്ത് JC വേണ്ടിയുണ്ട്, മുമ്പിൽ പണിയെടുക്കുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മളിങ്ങനെ മടക്കിയില്ലേ, ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നിവർത്തിയിട്ട് എന്താ ഇതെല്ലാം നേരത്തെ നമ്മൾ ഒട്ടിച്ച് വെച്ചാലേ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തുറക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളിൽ നിന്നും കയ്യിനെ കൊണ്ടെല്ലാം നല്ലോണം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നല്ല വൃത്തിയിൽ കീറാണ്ട് നിങ്ങൾ പുറത്തേക്ക് എടുക്കട്ടോ. നമ്മൾ മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ, നമ്മൾ ആദ്യം ഒരു ഭാഗം ഇപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ആദ്യത്തെ ഒരു ഭാഗം നമ്മളിപ്പോൾ ഇത് തുറന്നിട്ടൊരു ഭാഗം യൂസ് ചെയ്യാം. ഒരു ഭാഗം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഇതാ ഇവിടെ നിന്നിങ്ങനെ നിവർത്തിയിട്ട് ഉള്ളിലേക്ക് നമ്മളെ പുറത്തുനിന്ന് ഇങ്ങനെ മടക്കാം. നല്ല നമ്മുടെ കൈനെ കൊണ്ടൊന്ന് മടക്കിയാൽ മതി. ഇതേപോലെ തന്നെ ഇപ്പുറത്ത് ഓൾറെഡി മടക്കിയിട്ടുണ്ടാവും ഒരു ഭാഗം. ഇനി ഇതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നല്ലോണം ഒന്ന് ഉന്തി കൊടുക്കാം. ഉന്തി കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തൊന്ന് അങ്ങനെ ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒരു ഭാഗം മടക്കി വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതാ അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിങ്ങനെ മടക്കുമ്പോൾ സെറ്റാവും. ഇതാ നമ്മളെ ഇങ്ങനെ ഉണ്ടാവും മടക്കിയിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇപ്പം തന്നെ കവർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നമ്മളെ കവർ ആയിട്ടുണ്ട് ഉള്ളതാണ്. ഇനി നമുക്ക് ഇതിൽ കയറ് സെറ്റ് ചെയ്യാം. അപ്പോൾ കയറ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിക്കുക കേട്ടോ. ഈ ഒരളവിൽ മുറിച്ചിട്ട് ഇതെന്തിനാ വെച്ചാൽ നമ്മൾ കയറ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഡബിൾ ആക്കിയിട്ട് മടക്കാണ്. ഡൺ. ഇതാ നമ്മളിങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗമ്മിനെ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കണം. ഓക്കെ, ഫ്രണ്ട്സ്, ഇതാ നമ്മൾ നല്ലോണം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി മടക്കട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ലോണം കിട്ടും, കുറച്ചും കൂടി പവർ ഉണ്ടാവും നമ്മളെ ഈ ഇതിന്. അതിനാണ് ഇത് ഒന്നും കൂടി ഒട്ടിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നമുക്ക് വേണ്ട ഒരളവിലോ ഹോൾസ് ഇടണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പെൻസിലാണ്. പെൻസിൽ എടുക്കട്ടെ. ഇതാ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ പെൻസിൽ. നമുക്കിത് ഹോൾസ് ആക്കാം. നമ്മള് ഇങ്ങനെ ഹോൾസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ പരമാവധി ഇത്ര അടുപ്പിച്ചിട്ട് ആകട്ടോ. നമ്മളിതാ കയറെടുത്തിട്ടുണ്ട്. നമ്മൾ കയറെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കാം. എന്നിട്ട് കെട്ടട്ടോ. ഞാൻ ഈ ഒരു നമുക്ക് വേണ്ട ഒരളവിൽ കറക്റ്റ് എടുത്തട്ടോ. അപ്പൊ തെമ്പ തന്നെ കെട്ടണം. നമ്മളെ ഒരു ഭാഗം നമ്മളിങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പുറത്തെ ഭാഗം ഇങ്ങനെയാണ് കെട്ടേണ്ടത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം കെട്ടട്ടോ.
നമ്മളെ പണി ഇവിടെ ഏകദേശം പൂർത്തിയായി. ഏകദേശം നല്ല മുഴുവനോളം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം പറഞ്ഞുതരാം. എന്താ നമ്മളെ കവർ ഇവിടെ റെഡി ആയിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങൾ ഇടാം. അപ്പൊ നമുക്ക് ഇതിലൊരു 900 ഗ്രാം 1 kg അടുത്ത് നമുക്ക് ഇതില് സാധനങ്ങൾ ഇടാം. പിന്നെ നിങ്ങള് ഇങ്ങനെ കീറിപ്പോടുന്ന സാധനങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതില് സ്കെയിലുണ്ട്. ഇതാണ് നമ്മളെ പേപ്പർ ബാഗ്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും എഴുതുകയും ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ പ്രൊഡക്റ്റ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടോടെ ലൈക്ക് ചെയ്യുക, ഇഷ്ടവും ചെയ്തോടെ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമന്റ്സോ ഉണ്ട് അടിയിൽ കാണുന്ന കമന്റ് ബോക്സിൽ ഇപ്പം തന്നെ കമന്റ് ഇടുക. പിന്നെ പുതിയ വീഡിയോ ലഭിക്കണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തായിരുന്നു ഓരോ വീഡിയോസിലും നോട്ടിഫിക്കേഷൻ. അപ്പൊ ലാസ്റ്റ് ഞാൻ എൻഡ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. പിന്നെ മോർ വീഡിയോസും വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് വരുന്നതിന് ബൈ.